അങ്ങനെ ഇതാ നമ്മൾ സ്കൂൾ പർച്ചേസിങ്ങിന് പോവാണ്. നമ്മൾ ബസ് കയറാൻ പോവാണ്. നമ്മൾ തിരൂരങ്ങാടിക്കാണ് പോണത്. അപ്പം കുറച്ചധികം സാധനമൊക്കെ വാങ്ങാണ്ട്. അപ്പോൾ എന്തായാലും നമുക്ക് പോവാം. ഇവിടെ എന്താണ് ഇവിടെ നിന്ന് തന്നെ ബസ് കയറുന്നതുകൊണ്ട് സിമ്പിളാണ് നടക്കാനും പോകാനൊക്കെ. വേഗം എത്തിക്കോളൂ. ബസ് വീട്ടിന് മുന്നിൽ നിർത്തണ പോലെ ഇപ്പം, അല്ലെങ്കിൽ സിറ്റി പ്ലാസൻ്റെ അങ്ങോട്ട് നടന്നു പോകണം. എന്തായാലും ലാഭമായി. ഇപ്പം മേസ് പോണൊക്കെ കണ്ടോ, കണ്ടില്ല 2 മനുഷ്യന്മാർ നടന്നു പോണ്. ആ അത് ശരിയാണ്. എല്ലാ വീഡിയോയിലും അങ്ങനെ തന്നെ അല്ലേ. അത് അവിടെ നിർത്തിട്ടോ ബസ്. ഉണ്ണിയാല് പാലത്തിന്റെ പണിയായതുകൊണ്ട് ഇപ്പൊ ലാഭമായത് ഞങ്ങൾക്ക്. പക്ഷെ ഉണ്ണിയാലുള്ളവർക്കൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടാണ്. അവർക്ക് പഞ്ചാരമൂലക്ക് നടന്നിട്ട് അവിടെ നിൽക്കണം ബസ് കയറാന്. ഇനി വേറെ എങ്ങനെയെങ്കിലൊക്കെ കയറാൻ പറ്റുമെന്ന് എനിക്കറിയില്ല. എൻ്റെ ഒരു നിഗമനത്തിൽ പറ്റൂല എന്നാണ്. അങ്ങനെ എന്തായാലും ഞങ്ങൾക്ക് ഇപ്പൊ സ്കൂളിൽ പോകാനായാലും ട്യൂഷന് പോകാനായാലൊക്കെ ഭയങ്കര സിമ്പിളാണ്. അത് എനിക്ക് ഇവിടെ ഇറക്കി തരും. അപ്പൊ എനിക്ക് കുറച്ച് നടന്നാൽ മതി. പിന്നെ അവിടെ സിറ്റി പ്ലാസന്റെ അവിടെ ആകുമ്പോൾ പിന്നെ സിറ്റി പ്ലാസന്റെ അവിടെ നിന്ന് ഇങ്ങോട്ട് വരെ നടക്കണമെങ്കിൽ കുറച്ച് ബുദ്ധിമുട്ടാണ്. ബയോളജി സാറിന്റെ വീടാത്. അതന്നെ, ഇവിടുന്ന് ക്യാമറ ഒക്കെ താത്തി കുറച്ച് അച്ചടക്കത്തോടെ പോകാം. നമ്മളെ KK ഫ്ലോർ മില്ല്, പിന്നെ അത് സോഫ കട. അതാ ടാറ്റ അടനാണ് റിദാൻ, മുഹമ്മദ് റിദാൻ. കാത്തുക്കും ഒരു ജീവായ ജന്തു വരില്ല. ബസ് തീരും വരില്ല, ഓട്ടോറിക്ഷ അത്രയും വരില്ല. എന്താ അറിയില്ല, നിങ്ങൾക്ക് ഉണ്ട് അങ്ങനത്തെ അനുഭവം? എനിക്ക് എപ്പോഴും ഉള്ളതാണ് ആ ഒരു അനുഭവം. എന്താ അറിയില്ല, ഒരു ഭാഗ്യാണ്. ലൈസുവാ കാത്തുക്കുമ്പോ ഇവിടെ കൂടെ ബസ് പോണ ഒരു ചരിത്രം ഉണ്ടല്ലോ. ചരിത്രം ഒരു സംഭവം ഉണ്ടല്ലോ, ഭയങ്കര സംഭവം. ഞാൻ ഇടക്കിടക്ക് ഞാൻ മിക്കവാറും കയറുന്ന ബസ്സാ അത്. ചിന്നു വരുമ്പോ ട്യൂഷൻ പോയില്ല. അതാ എന്റെ കൂടെ ട്യൂഷൻ തന്നെ രണ്ടെണ്ണാണ്. ഇന്ന് നേരെ വെക്കിക്കണെന്ന് ട്യൂഷൻ വിട്ടപ്പോ. അങ്ങനെ ഇതാ കുറച്ച് സമയം അവിടെ നിന്നപ്പോ ബസ് വന്ന്. പിന്നെ നമ്മള് ബസ് കയറിയപ്പോ ബസ് ചെറിയ കുണ്ടുകൂടെ ചാടിയപ്പോ ഈ കുട്ടി പറയണോ എൻ്റെ അമ്മ വയറ് കാളിന്ന്. പിന്നെ ബസ്സിൽ കടല വെക്കാൻ വരുന്നവരും അങ്ങനെ. പിന്നെ ബസ് അവിടെ നിന്ന് എടുക്കാൻ വേണ്ടിയുള്ള കാത്തിരിപ്പായിരുന്നു. ഭയങ്കര ചൂട് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ സഹിക്കാൻ വയ്യാത്ത അത്രക്കും ചൂടായിരുന്നു. ഇത് വിയർത്ത് ഇങ്ങനെ ഒഴുകായിരുന്നു. ഞങ്ങളൊക്കെ ഇങ്ങനെ വേർത്ത് ഫുള്ള് ഇങ്ങനെ എന്താ ഡ്രസ്സിനുള്ളിൽ കൂടെ ഇങ്ങനെ വേർത്തിട്ട് ആകെ കൂടെ ഒരു വിങ്ങല്. പിന്നെ ബസ് ഡ്രൈവർ അങ്ങോട്ട് കയറിയപ്പോൾ ഒരു ആശ്വാസം. പക്ഷെ മൂപ്പര് കയറി ഒരു 5 മിനിറ്റ് അവിടെ ഇരുന്നിട്ടാണ് ബസ് എടുത്തത്. കാര്യം എല്ലാവരും കയറണ്ടേ. പിന്നെ ഇതാണ് ഞങ്ങളുടെ തിരൂർ ബസ് സ്റ്റാൻഡ്. ഇവിടെ കൂടെ നടക്കാൻ എനിക്ക് ഭയങ്കര പേടിയാണ്. കാര്യം ബസ് ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ട് പോകുമ്പോൾ ഭയങ്കര പേടി. പിന്നെ നമ്മൾ KSRTCത്തെ ഡ്രൈവർ നല്ല കൂളിംഗ് ഗ്ലാസ് ഒക്കെ വെച്ചിട്ടാണ് ഓടിക്കണത്. അങ്ങനെ പക്ഷേ ഡ്രൈവറെ കറക്റ്റാണ് കിട്ടിയില്ല. അപ്പോഴത്തേക്കും ഡ്രൈവർ അങ്ങോട്ട് പോയി സാരില്ല. പിന്നെ നമ്മൾ ബസ് എടുത്തുകൊണ്ടിരിക്കുകയാണ്. ബസ് എടുത്ത് കുറച്ചങ്ങോട്ട് കയറി. പിന്നെ ബസ് ഇങ്ങനെ കുറേ പോകണ്ടായിരുന്നു. അങ്ങനെ അങ്ങോട്ട് തിരിഞ്ഞ് നമുക്ക് കറക്റ്റ് വഴിയല്ലോ. പിന്നെ കണ്ടില്ലേ, രമേശിൻ്റെ കടയിൽ നിന്നാണ് വാങ്ങി, പറഞ്ഞില്ല 3 ആളും ഒരേ കളറ്. പിന്നെ നമ്മൾ ആ ഷോപ്പിലെത്തിയപ്പോൾ അവിടെ തൊട്ട ബാക്കിൽ തന്നെ അവിടുത്തെ ഒരു ഇക്കാക്കാൻ്റെ വീട്ടിൽ നമ്മൾ വീട്ടിൽ പോയി. വീട് നല്ല അടിപൊളി ആംബിയൻസ്, നല്ല ഭംഗിയുണ്ടായിരുന്നു കാണാൻ. അടിപൊളിയായിരുന്നു കേട്ടോ. എന്താ പറയുക, കയറുമ്പോൾ തന്നെ നല്ല പച്ചപ്പൊക്കെ ആയിട്ട്. പിന്നെ കണ്ടില്ലേ, കുട്ടി പെണ്ണ് ഇവിടെ ചെന്നാലും ഇങ്ങനെ തന്നെ കിടന്ന് പിരിഞ്ഞ് മണ്ടി കളിക്കുക. കണ്ടില്ലേ, തുടക്കാനും ഇവിടെ ആളെ നിർത്തലിയാന്ന് തോന്നുന്നു. ഇവളാണ് തുടച്ചു കൊടുക്കണത് ഇവിടെ. ഇനി ഇവളെവിടെ നിർത്തണമെന്ന് ഞങ്ങളിങ്ങനെ വിചാരിക്കുന്നുണ്ട്. കണ്ടില്ല, നിരങ്ങി നല്ലപോലെ നടന്നൂടെ, നടക്കാനൊക്കെ അറിയാമല്ലോ. എന്നാലും നിരങ്ങിയേ പോവുള്ളൂ. പിന്നെ വീട് സെറ്റപ്പ് ചെയ്യുന്നുട്ടോ. 4 നിലയുണ്ട്. എന്താ പറയുക, കിച്ചൺ ഫസ്റ്റ് മേലത്തേലായിരുന്നു. പിന്നെ അടിയിൽ. അങ്ങനെ നമ്മൾ വീട്ടിൽ നിന്ന് നമ്മൾ നേരെ എന്താ പറയുക ഷോപ്പിലേക്ക് പോയി. ഷോപ്പിൽ നിന്ന് കുറച്ച് വീഡിയോസും കാര്യങ്ങളൊക്കെ എടുക്കാണ്ടിരുന്നു. പിന്നെ നല്ല രസമുണ്ടായിരുന്നു കേട്ടോ. ഷോപ്പിൻ്റെ ഉള്ളിലത്തെ ഐറ്റംസൊക്കെ കാണാൻ നല്ല എസ്തെറ്റിക്കും പിന്നെ ക്യൂട്ടൊക്കെ ആയിട്ടുള്ള സംഭവങ്ങളുണ്ടായിരുന്നു. അടിപൊളിയായിരുന്നു. പിന്നെ എന്താണ് കുറേ ബാഗുകളും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ നമ്മളിങ്ങനെ എയ്സോനും കളിക്കണമൊക്കെ അങ്ങനെ നോക്കി. പക്ഷേ എയ്സോ അതൊന്നും മെയിൻറ്റെയിൻ ചെയ്യണില്ല. അതുകൊണ്ട് ഒറ്റ നിർത്തിയില്ല. അല്ലെങ്കിൽ എനിക്കെങ്ങനെ കളിക്കുന്നു. സാറില്ല, അടുത്ത പ്രാവശ്യം നോക്കാം. അങ്ങനെ പിന്നെ നമ്മൾ ബാഗിൻ്റെ അവിടെ കൂടെ ഇങ്ങനെ തെണ്ടി തേരോടി നടക്കണേ. ഏതാ എടുക്കണ്ടേ മൊത്തത്തിലൊരു കൺഫ്യൂഷൻ. ഈ കുറേ ഉള്ള സ്ഥലത്ത് പോയിട്ടുണ്ടെങ്കിൽ ഉണ്ടാവണതാണല്ലോ ഈ കൺഫ്യൂഷൻ. പിന്നെ കുറേ ക്രാഫ്റ്റ് വർക്ക് ചെയ്യാൻ പറ്റിയ കാര്യങ്ങളും ഒക്കെ ഉണ്ടായിരുന്നു. കുറേ എന്താ പറയുക പിക്ചറുള്ള എന്താ പറയുക ടേപ്പ്. പിന്നെ ലഞ്ച് ബോക്സ് സെലക്ട് ചെയ്യുന്നതാണ് കണ്ടത്. കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ ലഞ്ച് ബോക്സ് വാങ്ങി, പക്ഷേ അതിൻ്റെ പെയിൻ്റൊക്കെ ഇളകിപ്പോയി.
അപ്പോൾ പിന്നെ നമ്മൾ എന്താ പറയുക വേറൊരു ലഞ്ച് ബോക്സ് നോക്കുകയാണ്. അപ്പോൾ കഴിഞ്ഞ പ്രാവശ്യം പിന്നെ ഫുള്ള് വൈറലായ ഒരു ലഞ്ച് ബോക്സ് ഉണ്ടല്ലോ, ഈ എന്താ പറയുക നമ്മളെ ഈ മസാല ദോശ കഴിക്കാൻ പോലെ കുറേ കുഴിയൊക്കെ ഉള്ള പാത്രം, അതേപോലത്തെ ലഞ്ച് ബോക്സ് ഉണ്ടല്ലോ അപ്പോൾ ഇത് ലഞ്ച് ബോക്സ് ആണ് എടുത്തൊക്കെയത്. പക്ഷേ അത് സ്പൂണൊക്കെ വെക്കണ സാധനമാണ്. അപ്പോൾ പിന്നെ അത് അവിടെ തന്നെ വെച്ച് പോകുന്നില്ല. പിന്നെ കുറേ ചോറ് തിന്നായിരുന്നു. അങ്ങനെ പിന്നെ ഒരു ലഞ്ച് ബോക്സ് ഒക്കെ നമ്മൾ സെലക്ട് ചെയ്ത് പിന്നെ ബാഗ് നോക്കലായി. ബാഗ് പിന്നെ ഈ ബാഗ് എടുക്കണം എന്നുണ്ടായിരുന്നു, ഒന്ന് എടുത്തുക്കണ്. പക്ഷെ അത് ഉമ്മ ഞാൻ യൂസ് ചെയ്ത കുറേ ബാഗും ബാഗല്ല കുറേ ബുക്കും വാട്ടർ ബോട്ടിലും ലഞ്ച് ബോക്സും ഒക്കെ കൂടെ ആകുമ്പോൾ നല്ല ഷോൾഡർ വേദനയാവും. പിന്നെ നമ്മൾ വേറൊരു ബാഗ് എടുത്തിട്ടുണ്ട്. യൂണിഫോം ബാഗും കണ്ട് തിരിച്ചറിയുമെന്നാവോ. കാര്യം എന്താ അറിയോ, രണ്ടും ഒരേ കളറാണ്. പിന്നെ നമ്മളവിടുന്ന് വാട്ടർ ബോട്ടിൽ സെലക്ട് ചെയ്യലായി. വാട്ടർ ബോട്ടിൽ സെലക്ട് ചെയ്തതാണ് ഒരു സെലക്ട് ചെയ്യൽ. തപ്പി കഷ്ടപ്പെട്ട് നല്ല ഒരു വാട്ടർ ബോട്ടിലൊക്കെ എടുത്ത് കഴിഞ്ഞ് പിന്നെ ഞാൻ കണ്ടില്ല, അപ്പുറത്തെ ഒരു കറുപ്പ് കളർ കണ്ടില്ല, അതാണ് ഞാൻ അടുത്ത സംഭവം കേട്ടോ. എയ്സൂനൊരു വാട്ടർ ബോട്ടിൽ വേണമെന്ന് അറിഞ്ഞിരുന്നു. അപ്പോൾ ആ വാട്ടർ ബോട്ടിൽ രണ്ടെണ്ണം അവരുടെ കയ്യിൽ വന്നപ്പോൾ ഞാൻ എൻ്റെ വാട്ടർ ബോട്ടിൽ അവിടെ വെച്ച് പിന്നെ ഞാൻ വിചാരിച്ച് ട്രോളിയിൽ പക്ഷെ ഇട്ടിട്ടില്ലേന്ന്. അങ്ങനെ പിന്നെ നമ്മൾ വീട്ടിലെത്തിയപ്പോഴാണ് ഭയങ്കര സങ്കടമായി. സാറില്ലേ, നമുക്ക് വേറൊരു എടുക്കാം. പിന്നെ നമ്മൾ കുറേ മാജിക്കിൻ്റെ എന്തൊക്കെ ബുക്കൊക്കെ ഉണ്ടായിരുന്നു, അതൊക്കെ നോക്കി. പിന്നെ നമ്മൾ താഴേക്ക് ഇറങ്ങി. താഴെയാണ് ഇവിടെ ജോമെട്രി ബോക്സും പെൻസിലിനും ഹൈലൈറ്ററും പിന്നെ എന്താ പറയുക നമുക്ക് ഈ അസൈൻമെൻറ്റൊക്കെ ചെയ്യണ സംഭവങ്ങളൊക്കെ ഇല്ലേ, ഈ കളറ്. പിന്നെ ബ്രഷ് പെന്നിന് കുറേ കാലമായി ഞാൻ നടന്നത്. അതാകുമ്പോൾ ഭയങ്കര നല്ല കളറും ഉണ്ടാവും, നല്ല സ്മൂത്തായിട്ട് കളർ ചെയ്യാം. പിന്നെ നോട്ട് ബുക്കിൻ്റെ അടുത്തെത്തിയപ്പോൾ നല്ല കളർ നോട്ട് ബുക്ക്, നല്ല എന്താ പറയുക നല്ല നല്ല ബേബി പിങ്കും പിന്നെ എന്താ പറയുക നല്ല സ്കൈ ബ്ലൂവിലൊക്കെ ഒരു ബേബി ബ്ലൂ ഒക്കെ ആയിട്ട് നല്ല രസമുണ്ടായിരുന്നു കാണാൻ നോട്ട് ബുക്കിൻ്റെ കളറ്. വേറെ കളറൊന്നും ഇടരുത്, ട്രാൻസ്പെറൻറ്റ് ഇടണം, അപ്പോഴാണ് അതിൻ്റെ ഭംഗി അറിയില്ലേ. പിന്നെ കണ്ടില്ല ഭയങ്കര ഇതിലൊക്കെ വന്നേനെ, പക്ഷേ ആ സാധനം ഇങ്ങോട്ട് താന്നുപോയി. ആറ്റിറ്റ്യൂഡിലൊക്കെ വന്നേനെ. പിന്നെ ബുക്കിന് പുതിയുള്ള ചട്ട തിരയിലായി. ചട്ട ഞാൻ പറഞ്ഞില്ലേ ട്രാൻസ്പെറൻറ്റ്. അപ്പോൾ ട്രാൻസ്പെറൻറ്റിനെ നോക്കി ഞാൻ അതെടുത്തപ്പോൾ അവിടെ ഭയങ്കര കാറ്റുണ്ട്. പക്ഷേ ആ കാറ്റിനോടുകൂടി ഫാനിൻ്റെ കാറ്റും കൂടി വരുമ്പോൾ നല്ല സുഖമുണ്ട്. പിന്നെ രണ്ടട്ടം ഇങ്ങനെ കുറച്ചിങ്ങനെ ഇതാക്കിയിട്ട് അവിടെ തന്നെ വെച്ചാണ് നമ്മൾ ബാഗിൻ്റെ ഉള്ളിൽ സാധനമൊക്കെ വെച്ചിട്ട് നേരെ നമ്മൾ വീട്ടിൽ വിടാൻ പോവാണ്. അങ്ങനെ പിന്നെ അവർ നമുക്ക് സാധനമൊക്കെ തന്ന് നമ്മൾ ഈ കണ്ണാടീൻ്റെ അടുത്ത് നിന്നിട്ട് കുറച്ച് ഞാൻ പ്രയാസമൊക്കെ നടത്തി. പക്ഷേ കണ്ണാടി എനിക്ക് വെച്ചിട്ട് വലിയ മേനില്ലാത്തതുകൊണ്ട് പിന്നെ ഞാൻ